guys, welcome to partnersvlogs. partnersvlogന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് calicut ആണ് ട്ടോ. അതെ, കോഴിക്കോട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും പ്രിയപ്പെട്ട സ്ഥലമാണ്. അവിടെയാണ് ഞങ്ങൾ പുഷ്പിച്ചത്. ഞങ്ങൾ പ്രണയം പുഷ്പിച്ചത് കോഴിക്കോടാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോടാണ്. അപ്പോൾ ഇറ്റ്സ് എ ബിഗ് ലവ് സ്റ്റോറി. അപ്പൊ ഇന്ന് നമ്മളിപ്പോ ഉള്ളത് ഹൈലൈറ്റ് മാളിലാണ്. ഹൈലൈറ്റ് മാളിലേക്കായിട്ട് വന്നതല്ല, നമ്മൾ കോഴിക്കോട് വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ ഹൈലൈറ്റ് മാളിലേക്ക് എന്തായാലും വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഹൈലൈറ്റ് മാളിലെ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പൊ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടാണ്, ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ഫുഡ് കോർട്ടിൽ എന്തെങ്കിലും കിട്ടുമെന്ന്. എനിക്ക് തോന്നില്ല ഓപ്പൺ ആയിരിക്കുമെന്ന്. ഞാൻ പോയി നോക്കി നോക്കാം. ഫുഡ് കോർട്ടൊക്കെ ക്ലോസ് കേട്ടോ, ഒന്നും തുറന്നിട്ടില്ല. അപ്പൊ ഫുഡ് കിട്ടാതെ വിഷമമില്ല. ഞങ്ങൾ രണ്ടും കൂടെ മൂപ്പരടുത്ത് വന്നിരിക്കുകയാണ്. മൂപ്പരറിയാമെങ്കിലും എല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും. കമന്റ് ബോക്സിൽ പറയാമോ ആരാ എന്താന്നൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമാണ് അതിന്? അത് അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ബസ്സിൽ കയറി. അതെ, പാരഗന്റെ ഓപ്പോസിറ്റുള്ള മിൽക്ക് സർബത്ത് വളരെ ഫേമസ് ആണ്. നമുക്ക് പോയി നോക്കാം കിട്ടൂല്ലോ. ഇതുപോലൊരു പൈനാപ്പിൾ കൊതിച്ച് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ മിൽക്ക് സർബത്ത് കുടിച്ചു. മിൽക്ക് സർബത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, അപ്പൊ പാരഗന്റെ ഓപ്പോസിറ്റുള്ള മിൽക്ക് സർബത്ത് കോഴിക്കോട് ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ബീച്ചിൽ പോയി നോക്കുകയാണ്. ബീച്ചിൽ എന്താ അവസ്ഥ എന്ന് കണ്ടറിയാം. ബീച്ചിലൊന്നും ഒരൊറ്റ ഒരാള് പോലും ഇല്ല. കൊറോണയായിട്ട് ഇവിടെ എല്ലാം ഫുൾ പോലീസുകാർ തന്നെയാണ് കേട്ടോ. അലയടിക്കുന്ന കടലും നമ്മൾ മാത്രം. അപ്പൊ ബീച്ചിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒരു മനുഷ്യല്ല ബീച്ചില്. പോലീസുകാര് സമ്മതിക്കുന്നില്ല, എല്ലാരും പറഞ്ഞു വിടാ പോലീസുകാര്. അയാളുടെ ഡ്യൂട്ടിയൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൂട്ടം കൂടി നിൽക്കുന്നൊന്നും സമ്മതിക്കില്ല. നല്ല റൗണ്ട്സ് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് നേരെ കുറച്ചും കൂടെ നടന്നെങ്കിൽ ഗുജറാത്തി സ്ട്രീറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഇഷ്ടമായി നോക്കി ഗുജറാത്തി സ്ട്രീറ്റിൽ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഗുജറാത്തി സ്ട്രീറ്റ് കാണാൻ പറ്റുമോന്ന് പോയി നോക്കിയിട്ട് വരാം. ഗുജറാത്തി സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്.
അടിപൊളി സ്ഥലമാണ്. നല്ല ആന്റി കളക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ കയറി നോക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഹാൻഡ് ക്രാഫ്റ്റ് ആണ് തോന്നുന്നു. ഫുൾ ആർട്ടിസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഒരു രക്ഷയില്ല. കോഴിക്കോട് ഇങ്ങനത്തെ സ്ഥലം കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. ഗുജറാത്തി സ്ട്രീറ്റില് ഗുദാം ആർട്ട് കഫേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. ഇവിടെ ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എന്താ ഉദാഹരണത്തിന് ഇതാ ഈ ഒരു പാട്ട് പെട്ടി, ഇതൊക്കെ വാടകയ്ക്ക് ഉണ്ട്. ചേട്ടാ ഇതിനൊക്കെ എന്ത് റേറ്റ് ഉണ്ട് വാടക കൊടുക്കുന്നതിന്? വിൽക്കാനുള്ളതാണ് ഈ ക്രാഫ്റ്റ് ഒക്കെ വിൽക്കാൻ വേണ്ടിട്ട് നോക്കുന്നേ. ആ അല്ലേ, 19,000 അടുത്ത് വിലയുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നതാണോ? ആഹാ, വർക്കിംഗ് കണ്ടീഷൻ ആണ്. ഇത് മാത്രല്ല, ഇതിലെ ഈ സാധനം ഇതിലൊന്നും കാണാൻ ഓരോ ഇങ്ങനെ ചിത്രങ്ങൾ കാണാൻ പറ്റൂല ഇതിങ്ങനെ ഊരിയിട്ട്. ചിത്രം നമ്മൾ ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ടത്. ആർട്ട് കളക്ഷൻസ് ആണോ? ഇത് ഫോട്ടോസ് തൊട്ട് പരിചയം മോഡലിങ്. പിന്നെ ഇത് സെയിലുണ്ട്. സെയിലുണ്ട്, മെയിനായിട്ട് ഫോട്ടോസ് തൊട്ടാ ആണല്ലേ. ഇതൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളാണ്. വാടക കൊടുക്കും. ഇതൊക്കെ ക്യാമറയുടെ കളക്ഷൻസ് ആണോ? ഓ, എല്ലാത്തിനും വലിയ കളക്ഷൻസ് ഉണ്ടല്ലേ. ഞങ്ങൾ വയനാട്. വയനാട്ടില് കൽപ്പറ്റ. പഴയ കുറെ ആന്റി കളക്ഷൻസും പഴയ കുറെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. സംഭവം പൊളിച്ച് എന്തായാലും നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും വന്ന് കാണാം. കോഴിക്കോട് ഒന്നും അറിയാനില്ല. ബീച്ചിന്റെ അടുത്ത് തന്നെ ഗുജറാത്തി സ്ട്രീറ്റിലാണ് ഗുദാം ആർട്ട് കഫേ എന്നാണ് പേര്. നന്നായി ഒന്ന് കാണണം. ഗുദാമിലൊക്കെ പോയി വന്നപ്പോഴേക്കും നന്നായി വിശന്നു. നേരെ പോയത് റഹ്മത്തിലാണ്. റഹ്മത്ത് ചെന്നപ്പോണ്ട് അവിടെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നടന്ന് കൊട്ട, അതായത് വണ്ടീൻ്റെ പാർട്സ് കിട്ടുന്ന സ്ഥലം, റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ഒരു ലൈൻ നിറയെ വണ്ടീൻ്റെ പാർട്സ് വിൽക്കുന്ന സ്ഥലമാണ്. ബൈക്ക് ആക്സസറീസ്, കാർ ആക്സസറീസ്, അതിൻ്റെ എല്ലാം പാർട്സുകൾ ഇവിടെ കിട്ടും. നമ്മുടെ പഴയ വണ്ടീൻ്റെയൊക്കെ പല പാർട്സും പോയിട്ട് നമുക്ക് കിട്ടാതെ പലരും കഷ്ടപ്പെടലുണ്ട്. കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടീൻ്റെ പാർട്സ് കിട്ടാതിരിക്കില്ല. രണ്ട് സൈഡിലും നിറയെ വണ്ടീൻ്റെ പാർട്സാണ്. അപ്പോഴത്തേക്ക് സമയം ഏകദേശം 3 മണിയായി. അപ്പം ഞങ്ങൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് രണ്ടുപേരും തപ്പി നടക്കുവാണ്. അപ്പോൾ ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് നമുക്ക് നോക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടും. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് എടുത്തി ഫോക്കസ് മാളിലെത്തി. ഫോക്കസ് മാൾ ഓപ്പൺ ആണ്. ഫോക്കസ് മാളിൽ കയറി. എന്റെ ജ്യൂസ് ഏതാ? എന്റെ ജ്യൂസ് ഏതാ? അതിങ്ങ് തന്നേക്ക്. നീ ചെറിയ ജ്യൂസ് കുടിച്ചായി, കട്ട് കുടിച്ചില്ലേ? എന്നാ സ്ട്രോ. ഏത്? എനിക്ക് പൊളിക്കാൻ അറിയാത്തോണ്ട്.
ആരോടും പറയണ്ട. സ്ട്രോ തിരിച്ച് എന്താ സാധനം നോക്ക്. സർവീസ് സെന്ററിൽ പോകുന്നു, വണ്ടി എടുക്കുന്നു, തിരിച്ച് നേരെ വയനാട്ടിലോട്ട്. അപ്പൊ ചുരത്തി വെച്ചിട്ട് പറ്റുകി കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തീർച്ചയാണ്. അപ്പോൾ വയനാട്ടിൽ കാണാം. അപ്പോൾ ചുരത്തിൽ നിറയെ കണ്ടോ ഈ തിരക്ക്. ഇതിപ്പോൾ എന്താ പള്ളിപ്പെരുന്നാൾ പോയുണ്ട്, എത്ര ആൾക്കാരെന്നല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാലിക്കറ്റ് റൈഡെല്ലാം കഴിഞ്ഞ് ചുരത്തിലെത്തി. ചുരത്തിലെ വ്യൂ നോക്കിക്കോട്ടെ ബാക്ക് സൈഡിൽ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി വന്നേ. എങ്ങോട്ട് പൊളിച്ചില്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം. വീഡിയോ കാണുക, ഒരു സർപ്രൈസ് ഉണ്ട് നെക്സ്റ്റ് ബ്ലോഗിൽ. ബൈ.